നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സീഡ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ജീവനുള്ള വിത്തുകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ അടുത്ത സെക്ഷനാണ്. ഇതിനു മുമ്പ് 2-3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം നോക്കിയിട്ട് വരിക. ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ ഇംഗ്ലീഷുകാർക്കും മലയാളംകാർക്കും പ്രയോജനമുള്ള രീതിയിലാണ് ടീച്ചർ ഇതെടുത്തു പോയിരിക്കുന്നത്. ഇംഗ്ലീഷ് മാക്സിമം കേൾക്കാൻ നോക്കുക. വലിയ ക്ലാസ്സുകളൊക്കെ ആകുമ്പോഴത്തേക്കും മക്കൾക്ക് എല്ലാവർക്കും ശാസ്ത്രം എടുക്കണമെങ്കിൽ, അതായത് സയൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ പുതിയ വാക്കുകളെല്ലാം നോട്ട് പുസ്തകത്തിൽ ഇട്ടിട്ട് പോവുക. നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് മെമ്മറി കൂടണം, അല്ലെ? അപ്പൊ കുറെയൊക്കെ കുറച്ചൊന്ന് ഓർത്ത് വെക്കാൻ, അതായത് കാണാതെ പഠിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? മനസ്സിലാക്കാതെ പഠിക്കുക. കാണാതെ പഠിക്കണം, മനസ്സിലാക്കി കാണാതെ പറഞ്ഞ് ശീലിക്കണം. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ മാത്രമേ കുറേ ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ ഓർത്ത് വെക്കാൻ നമ്മുടെ ബ്രെയിനിന് ട്രെയിനിങ് നമ്മൾ കൊടുക്കണം. അപ്പൊ കഴിഞ്ഞ കുറേ വീഡിയോസ് ആയിട്ട് നമ്മൾ മുളയ്ക്കുന്നതിന്റെ കാര്യം, എന്തൊക്കെ ഘടകങ്ങളാണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ജെർമിനേഷന് വേണ്ടിയിട്ട് ആവശ്യം എന്ന് നമ്മൾ കണ്ടു. വിത്തിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഒരു ചെടി ഉണ്ടാവുന്നത്, ബീജമൂലം, ബീജശീർഷം, അതുപോലെ ബീജാന്നം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ലൈഫ് വിത്തിൻ എ സീഡ് വിച്ച് ഇസ്, നമ്മൾ കോട്ട്ലിഡിന്റെ കാര്യം കണ്ടു. അതുപോലെ റാഡിക്കൽ, പ്ലിമ്യൂൾ പോലത്തെ കാര്യങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ഇനി അഥവാ വിത്തില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ചെടിക്ക് പുതിയ ചെടികളെ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇനി വിത്ത് വിതരണം ചെയ്യുന്നതിന്റെ ആവശ്യം എന്താണ്? അപ്പൊ വിത്ത് വിതരണം ചെയ്യുന്നതിന് ഒരു 2 പേരുടെ കോൺവെർസേഷൻ, 2 പേര് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. ആരാണ്? മമ്മൂട്ടി മോഹൻലാലും ആയിരുന്നോ? അല്ല, ഒരു കുഞ്ഞിക്കിളിയും അതുപോലെ തന്നെ ഒരു ഞാവൽ ചെടിയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത്. അപ്പൊ ഈ വിത്ത് വിതരണത്തിനെ പറ്റിയിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് കുറച്ച് കൂടുതൽ പഠിക്കാൻ പോകുന്നത്. അടുത്ത വീഡിയോയിലാണ് ഇലകളെ പറ്റിയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്തിനാണ് വിത്ത് വിതരണം ചെയ്യുന്നത്? ഒരു വലിയ ചെടിയുണ്ട്, ആ ചെടിയുടെ താഴെ അങ്ങ് എല്ലാ കുഞ്ഞു ചെടികൾക്കും ഒന്നിച്ചങ്ങ് ജീവിച്ചാൽ പോരെ? അച്ഛന്റെ അമ്മയുടെയും കൂടി ജീവിക്കുന്നതല്ലേ നമുക്ക് എല്ലാവർക്കും സന്തോഷം. അപ്പൊ ഈ പറയുന്ന പോലെ അതിന്റെ താഴോട്ട് അങ്ങ് വീഴുന്ന ചെടികൾക്ക് അതിന്റെ താഴെ തന്നെ ജീവിച്ചാൽ പോരെ? പക്ഷെ അവിടെ പ്രശ്നമുണ്ട്. എന്താണ്? എല്ലാ വിത്തും, ഇപ്പൊ ഒരു ചെടിയുണ്ട്, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, എന്നാലും ഒന്നും കൂടി പറയുന്നു എന്നേ ഉള്ളൂ. ഒരു ചെടിയുണ്ട് എന്ന് വിചാരിച്ചോ. ആ ചെടിയുടെ കീഴിലാണ് ആ 100 കണക്കിന് വിത്തുകൾ വീഴുന്നതെന്ന് വെച്ചാൽ ഈ 100 കണക്കിന് വിത്തും കുഞ്ഞു 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 ചെടിയെ വളരാൻ പറ്റുമോട മക്കളെ? വളരുന്നതിന് ആവശ്യമായ സൂര്യപ്രകാശം കിട്ടുമോ? വളരുന്നതിന് ആവശ്യമായ മണ്ണിൽ നിന്നുള്ള മിനറൽസ് വേണം, അല്ലെ? നമുക്ക് ഭക്ഷണം വേണ്ടതുപോലെ ചെടികൾക്ക് മിനറൽസ് വേണം. മിനറൽസ് എന്ന് പറയുന്നത് ധാതു ലവണങ്ങൾ, നൈട്രജൻ, സൾഫർ വേണം, പൊട്ടാഷ്യം വേണം, ഇങ്ങനെ പല സാധനങ്ങളും വേണം ഇവർക്ക്. നൈട്രജൻ, പൊട്ടാഷ്യം എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിക്കാനുള്ള സാധനങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് കേട്ട് ശീലിച്ചു പോയി കഴിഞ്ഞാൽ ഇതൊക്കെ എന്താ പറയുക, അയ്യോ ജർമ്മനും കൊറിയനും കേൾക്കുന്നത് പോലെ ഉണ്ടാവില്ല നമുക്ക്. അപ്പൊ ഒരു ചെടിക്ക് മിനറൽസ് ആവശ്യമുണ്ട്. മറ്റേ മണ്ണിൽ നിന്ന് എന്താ എടുക്കണേ? മിനറൽസ്. നമ്മൾ ഹൈഡ്രോപോണിക്സിൽ പറഞ്ഞു, അല്ലെ? മിനറൽ വാട്ടർ, ന്യൂട്രീഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും? വെള്ളത്തിൽ നിന്ന്. പക്ഷെ വെള്ളത്തിൽ നമ്മൾ ലായനി അലിയിച്ച് കൊടുക്കും, മിനറൽസ് അലിയിച്ച് കൊടുക്കണം, എന്നാൽ മാത്രമേ ചെടി വളരുള്ളൂ. സോ എല്ലാ ചെടികളും, എല്ലാ വിത്തുകളും ഒരു ചെടിയുടെ താഴെ തന്നെ വീഴുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ സ്ഥലം ഉണ്ടാവില്ല. ഒരു ചെടിയുടെ വിത്തുകൾ എല്ലാം അതിന്റെ ചുവട്ടിൽ തന്നെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്ക് വളരാൻ ആവശ്യമായ മണ്ണുണ്ടാവില്ല, വെള്ളം പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല, സൂര്യപ്രകാശം ഉണ്ടാവില്ല, ധാതു ലവണങ്ങൾ, അതായത് മിനറൽസ് പ്രോപ്പറായിട്ട് ലഭിക്കില്ല എന്ന് പറയാനും. അതുകൊണ്ടാണ് വിത്തുകള് മാതൃസസ്യത്തിൽ നിന്നും, മെയിൻ പ്ലാന്റിൽ നിന്നും മാറി പല സ്ഥലത്തും എത്തിക്കേണ്ടതിന്റെ ആവശ്യമുള്ളത്. So if all seeds of a plant fall and germinate at the base of the plant. അപ്പൊ എല്ലാ സീഡ്സും, ഒരു പ്ലാന്റിന്റെ എല്ലാ സീഡ്സും തൊട്ട് താഴെ, ബേസ് ഓഫ് ദ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിന്റെ തൊട്ട് താഴെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ, ജെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ, they will not get soil, water, sunlight and minerals they need to grow. ഓക്കെ, മിനറൽസും സോയിലും വാട്ടറും ഒന്നും പ്രോപ്പർ ആയിട്ട് കിട്ടില്ല. കാരണം എന്താ? ഒക്കെ കൂടിയിട്ട് എല്ലാവരും കോമ്പറ്റീഷൻ ആയിരിക്കും. എനിക്ക് ഭക്ഷണം വേണേ, ആകെപ്പാടെ 4 ദോശയുള്ളൂ, നിങ്ങൾ 10 പേരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി അടി ഉണ്ടാക്കില്ലേ, അല്ലേ? അതുപോലെ തന്നെ ചെടികൾ തമ്മിൽ അടി ഉണ്ടാക്കും. അപ്പൊ കുറേ പേര് ഇല്ലാണ്ടായിത്തീരും. സോ ദ സീഡ്സ് ഹാവ് ടു ബി ഡിസ്പേഴ്സ് ടു മെനി പ്ലേസസ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തനിയെ ഭക്ഷണം ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റേ കുഞ്ഞു ചെടികളെല്ലാം പല സ്ഥലത്തേക്ക് അയക്കേണ്ടതുണ്ട്. വാട്ട് ഹാപ്പൻസ് ബൈ സീഡ് ഡിസ്പേഴ്സൽ? വിത്ത് വിതരണം വഴി എന്ത് സംഭവിക്കുന്നു?
വേറൊരു കാര്യം സംഭവിക്കും. എന്താ അത്? ഒരു പ്രദേശത്ത് വ്യത്യസ്ത സസ്യങ്ങൾ കാണപ്പെടുന്നു. ഡിഫറെന്റ് പ്ലാന്റ്സ് ആർ ഫൗണ്ട് ഇൻ വൺ റീജിയൻ. ഒരു റീജിയനിൽ തന്നെ ഇപ്പൊ നമ്മള് തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് തന്നെ പറയുന്ന പോലെ പല ടൈപ്പ് തെങ്ങുണ്ട്, മാങ്ങയുണ്ട്, ചക്കയുണ്ട്, പ്ലാവുണ്ട്, മറ്റേ എന്താ പല 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 ടൈപ്പ് സസ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന പറയാം. പല ചെടികൾ, ഡിഫറെന്റ് പ്ലാന്റ്സ് ആർ ഫൗണ്ട് ഇൻ വൺ റീജിയൻ. അതേപോലെ ഒരേ ചെടി പല സ്ഥലത്തും കാണുന്നതും അതുകൊണ്ടാണ് അല്ലെ. അപ്പൊ പല സ്ഥലത്തു നിന്നുള്ള വിത്തുകള് ഇവിടെ വന്ന് വീഴുന്നു, തിരുവനന്തപുരത്ത് വന്ന് വീഴുന്നു എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കണ്ണൂര് വന്ന് വീഴുന്നു എന്ന് വെച്ചാൽ, ആരൊക്കെയാ കണ്ണൂര് എന്നുള്ളത് കമന്റ് ചെയ്യൂ കേട്ടാ. അപ്പൊ പല സ്ഥലത്തു നിന്നുള്ള വിത്തുകൾ വന്നിട്ട് ഈ പറയുന്ന പോലെ കാസർഗോഡ് വന്ന് വീണു എന്ന് വിചാരിച്ചോളൂ. കാസർഗോഡ് വന്ന് വീണ് കഴിഞ്ഞാൽ കാസർഗോഡ് പല ടൈപ്പ് പ്ലാന്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി കാസർഗോഡ് മാത്രമുള്ള ഒരു ചെടിയുണ്ട്, ആ ചെടിയുടെ വിത്ത് പക്ഷികൾ എല്ലാവരും ചേർന്ന് പല സ്ഥലത്തും കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ ആ ചെടീനെ നമുക്ക് പല സ്ഥലത്ത് കാണാൻ പറ്റും ഇല്ലേ. അപ്പൊ എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻസ് ബൈ സീഡ് ഡിസ്പേഴ്സൽ? വാട്ട് ഹാപ്പൻസ് ബൈ സീഡ് ഡിസ്പേഴ്സൽ? വിത്ത് വിതരണം വഴി എന്ത് സംഭവിക്കുന്നു? ഡിഫറെന്റ് പ്ലാന്റ്സ് ആർ ഫൗണ്ട് ഇൻ വൺ റീജിയൻ. ഒരു പ്രദേശത്ത് തന്നെ വ്യത്യസ്തമായ സസ്യങ്ങൾ കാണപ്പെടുന്നു. ദ സെയിം പ്ലാന്റ് ഇസ് ഫൗണ്ട് ഇൻ ഡിഫറെന്റ് റീജിയൻ. ഒരേ ചെടി പല സ്ഥലത്തും കാണപ്പെടുന്നു. ഇപ്പൊ ഇതൊരു സ്ഥലമാണ്, ഇവിടെ മഞ്ഞ കളർ പൂവുണ്ട്, ഇവിടെ തന്നെ ചുവപ്പ് കളർ പൂവുണ്ട്, ഇവിടെ തന്നെ മറ്റേ എന്താ പറയാ പല 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 ടൈപ്പ് സസ്യങ്ങൾ കാണുന്നത്, പല തരത്തിലുള്ള വിത്തുകള് ഇവിടെ വന്ന് വീണിട്ടാണ്. ഇനി ഈ പച്ച തന്നെ പല സ്ഥലത്ത് കാണപ്പെടും. കാരണം എന്താ? ഈ പച്ചയുടെ വിത്ത് പല സ്ഥലത്തും പോയി എത്തുന്നു. എന്ത്? വിത്ത് വിതരണം വഴി. വിത്ത് വിതരണം വഴി അല്ലെ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് സീഡ് ഡിസ്പേഴ്സൽ അല്ലെങ്കിൽ വിത്ത് വിതരണം വഴി സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറയാം. ഇനി ഇങ്ങനെ വിത്ത് വിതരണം പല സ്ഥലത്തും എത്തണമല്ലോ. പല സ്ഥലത്തും എത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ യാത്രയ്ക്ക് പോവാണ്, നമ്മൾ പല സാധനങ്ങൾ കൊണ്ടാണ് പോവുക അല്ലെ. നമുക്ക് പല അഡാപ്റ്റേഷൻസ് ഉണ്ടെന്ന് പറയാം. നമ്മളൊരു ബാഗിൽ തന്നെ മറ്റേ സാധനം മറിച്ച സാധനം, ഒരു സൺസ്ക്രീൻ ഒക്കെ ചിലപ്പോൾ നമ്മൾ എടുത്തിട്ട് പോകും. എന്തുകൊണ്ടാ? മറ്റേ കരിവാളിച്ച് പോവാണ്ടിരിക്കാൻ, സൂര്യപ്രകാശം ഏറ്റിട്ട് കരിവാളിച്ച് പോവാണ്ടിരിക്കാനൊക്കെ നമ്മൾ സൺസ്ക്രീൻ എടുക്കും. ചിലപ്പോൾ എന്താ പറയാ തലയിൽ തേക്കാനുള്ള എണ്ണ എടുത്ത് കൊണ്ടുപോകും. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എടുത്തിട്ട് പോകും അല്ലെ. നമ്മളെ എന്താ പറയാ നമുക്ക് പോകുന്ന വഴി നമുക്കൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട്. അപ്പോ ഇതേപോലെ തന്നെ ഇപ്പൊ തെങ്ങ് എന്തൊക്കെയാണ് ഇങ്ങനെ വിത്ത് വിതരണം, വിത്ത് ഇങ്ങനെ പല സ്ഥലത്തേക്കും പോകാൻ വേണ്ടിയിട്ട് ചെടികള് കുഞ്ഞുങ്ങളെ പോലെ പൊതിഞ്ഞ് കെട്ടി കുറച്ച് എന്താ പറയാ സൂക്ഷിച്ചിട്ടൊക്കെയാണ് വിത്തുകൾ ഉണ്ടാക്കി വിടുന്നത്. വിത്തിനൊന്നും സംഭവിക്കാൻ പാടില്ല. മറ്റേ പക്ഷിയുടെ വയറിന്റെ ഉള്ളില് ദഹിച്ചു പോകാൻ പാടില്ല അല്ലെ. അപ്പൊ വിത്തിനെ അതേപോലെ ഒരു പുറംചട്ട ഇട്ടിട്ടാണ് വിത്തിനെ ഉണ്ടാക്കണത് തന്നെ ചെടികള് അല്ലെ. അതുപോലെ തന്നെ ചില വിത്തുകൾ എന്ത് സംഭവിക്കും? വെള്ളത്തിൽ വീഴും. വെള്ളത്തിൽ വീണിട്ട് അത് കുതിർന്നു പോയി, വെള്ളം ഉള്ളിലേക്ക് കയറി എന്ന് വിചാരിച്ചാ, അങ്ങനെയാണെങ്കിൽ അത് ചീഞ്ഞു പോവും. അത് എത്തേണ്ട സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് ചീഞ്ഞു പോവും. അപ്പൊ അത് കാരണം വെള്ളം ഉള്ളിലേക്ക് കടക്കാണ്ടിരിക്കാനുള്ള പരിപാടി ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവണം അല്ലെ. അതുപോലെ തന്നെ പറന്ന് പറന്ന് ചില വിത്തുകൾ പോവാം. അപ്പൊ പറക്കാനുള്ള സൗകര്യം വിത്തുകൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെ പല സാധനങ്ങളും നമ്മുടെ ചെടികൾ, അമ്മമാരായ ചെടികള് നമ്മുടെ വിത്തിന് ചെയ്തു കൊടുക്കട്ടോ പല സ്ഥലത്തേക്കും എത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മൾ അമേരിക്കയിൽ പോവാണെന്നുണ്ടെങ്കിൽ ലഡുവും ലഡുവും അതുപോലെ മുറുക്കും ഒക്കെ തന്നു വിടില്ലേ. അതുപോലെ തന്നെ അമ്മമാര് കുറെ സാധനങ്ങള് ചെടി വിത്ത് ചെടിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എന്ന് പറയാം. അത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. നമ്മുടെ തേങ്ങ മിക്കവാറും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കായൽ ഓരത്തൊക്കെ ഉണ്ടല്ലോ, കായൽ വെള്ളത്തിന്റെ സൈഡിൽ ഉണ്ടാവും അല്ലെ. കേരളം ആയത് കാരണം പല സ്ഥലത്തും ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ വെള്ളത്തിൽ സാധാരണ വീഴും. ഹൗ ഡസ് ദ കോക്കനട്ട് അഡാപ്റ്റ് ടു ഫ്ലോയിങ് ത്രൂ വാട്ടർ? വെള്ളത്തിൽ വീഴുമ്പോൾ ഒന്നും സംഭവിക്കാതിരിക്കാൻ എന്താണ് ആ തേങ്ങയുടെ ഒരു അഡാപ്റ്റേഷൻ എന്ന് പറയാം. എന്താണ് തേങ്ങയുടെ പ്രത്യേകത? വെള്ളത്തിലൂടെയുള്ള വിതരണം ചെയ്യപ്പെടാനായിട്ട് തേങ്ങയിലുള്ള അനുകൂലങ്ങൾ എന്തൊക്കെയാണ്? ഹൗ ഡസ് ദ കോക്കനട്ട് അഡാപ്റ്റ് ഫോർ ഫ്ലോയിങ് ത്രൂ വാട്ടർ? വെള്ളത്തിലൂടെ ഒഴുകി നടക്കാനായിട്ട് ഹൗ ഡസ് ദ കോക്കനട്ട് അഡാപ്റ്റ്? ഓക്കെ, ഇങ്ങനെ ഒഴുകി നടന്നിട്ടാണ് അപ്പുറത്ത് എത്തുക, കുറെ ദൂരം എത്തുക. ഒന്ന്, മുങ്ങി പോവാൻ പാടില്ല. സമുദ്രത്തിന്റെ അടിത്തട്ടിലൊന്നും അല്ല ഉണ്ടാവണ, കായലിന്റെ അടിത്തട്ടിലാണോ തെങ്ങ് ഉണ്ടാവണത്? എന്നിട്ട് തെങ്ങിന്റെ തല മാത്രമാണോ വെള്ളത്തിന്റെ പൊക്കത്തിലുള്ളത്? അല്ല അല്ലേ. അത് കൊണ്ടുപോയിട്ട് വേറൊരു കരയിലിടണം. അപ്പൊ മുങ്ങി പോവാൻ പാടില്ല. മുങ്ങി പോവാണ്ടിരിക്കാൻ ഇറ്റ് ഷുഡ് ഫ്ലോട്ട് ഇൻ വാട്ടർ അല്ലെ. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ താണു പോവാണ്ടിരിക്കുക, പൊങ്ങി കിടക്കുക, ഫ്ലോട്ട് ഇൻ വാട്ടർ.
ഇറ്റ് വിൽ ഫ്ലോട്ട് ഇൻ വാട്ടർ ആസ് എ ഹസ്ക് ഇസ് ഫിൽഡ് വിത്ത് എയർ. അതായത് ആ തൊണ്ടില്ലേ, തേങ്ങയുടെ തൊണ്ടിന്റെ ഉള്ളില് കുറെ വായു ഉണ്ട്. അതുകൊണ്ട് അത് താണു പോവാണ്ട് പൊങ്ങിക്കിടക്കും. പൊങ്ങിക്കിടന്ന് ഒഴുകി 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 വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എത്തും. തൊണ്ടില് വായു ഉള്ളത് കൊണ്ട് വെള്ളത്തിൽ താണു പോകാതെ പൊങ്ങിക്കിടക്കുന്നു. അങ്ങനെ അത് പല സ്ഥലത്തും എത്തും. ഇറ്റ് വിൽ ഫ്ലോട്ട് ഇൻ വാട്ടർ ആസ് എ ഹസ്ക് ഇസ് ഫിൽഡ് വിത്ത് എയർ. അപ്പൊ ഇത് ആദ്യത്തെ അഡാപ്റ്റേഷൻ. രണ്ടാമത്, ദ ഔട്ടർ കവറിംഗ് ഓഫ് ദ ഫ്രൂട്ട് സ്മൂത്ത്. എന്തുകൊണ്ടാ സ്മൂത്ത് ആക്കി വെച്ചിരിക്കുന്നത്? സോ ദാറ്റ് ദ വാട്ടർ ഡസ് നോട്ട് എൻറ്റർ ഇൻ ടു ഇറ്റ്. സോ ദ സീഡ് വിൽ നോട്ട് റോട്ട്. അപ്പൊ ഇതിന്റെ മലയാളം പറഞ്ഞിട്ട് ഒന്നും കൂടി ഇംഗ്ലീഷ് വായിക്കാം. വെള്ളം ഉള്ളിൽ കടക്കാൻ പാടില്ല. വെള്ളം ഉള്ളിൽ കടന്നാ അഴുകി പോവും തേങ്ങ. വെള്ളം ഉള്ളിൽ കടക്കാതിരിക്കാനായിട്ട് പുറത്ത് നല്ല മിനുസമായ തൊലിയുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അതിലൊരു വെള്ളം ഉള്ളിൽ കടക്കാണ്ടിരിക്കാനുള്ള കെമിക്കലും ഉണ്ട്. ആ ഒരു സംഭവം ഉണ്ട് അതില്. അത് കാരണം വെള്ളം ഉള്ളിലേക്ക് കടക്കില്ല. വെള്ളം ഉള്ളിൽ കടക്കാതിരിക്കാൻ പുറത്തൊരു മിനുസമായ തൊലിയുണ്ട്. അതിനാൽ കുറേ ദിവസം വെള്ളത്തിൽ കിടന്നാലും തേങ്ങ അഴുകി പോകില്ല. അപ്പൊ രണ്ടെണ്ണാണ്. ഒന്ന് മുങ്ങിപ്പോവില്ല. മുങ്ങിപ്പോവാണ്ടിരിക്കാൻ എന്താണ്? തൊണ്ടില് വായു ഉണ്ട്. അപ്പൊ വെള്ളത്തിൽ താണു പോവാതെ പൊങ്ങിക്കിടന്ന് പല സ്ഥലത്തും എടുത്തുന്നു. ഇറ്റ് വിൽ ഫ്ലോട്ട് ഇൻ വാട്ടർ ആസ് ദ ഹസ്ക് ഇസ് ഫിൽഡ് വിത്ത് എയർ. ഇനി രണ്ടാമത്, വെള്ളം ഉള്ളിലേക്ക് കടക്കാൻ പാടില്ല. വെള്ളം ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ മിനുസമായിട്ടുള്ള തൊലിയുണ്ട്. അതുകൊണ്ട് കുറേ ദിവസം വെള്ളത്തിൽ കിടന്നാലും വെള്ളം അകത്ത് പോവാത്തത് കാരണം അഴുകി പോവില്ല. ദ ഔട്ടർ കവറിംഗ്, ഒന്നുകൂടി ഇംഗ്ലീഷ് വായിക്കാം. ദ ഔട്ടർ കവറിംഗ്, പുറന്തോട്. ദ ഔട്ടർ കവറിംഗ് ഓഫ് ദ ഫ്രൂട്ട് ഈസ് സ്മൂത്ത്. പുറന്തോട് ഓഫ് ദ തേങ്ങ ഈ സ്മൂത്ത് ആണ്. ഫ്രൂട്ട് സ്മൂത്ത്. അപ്പൊ തേങ്ങ ഫ്രൂട്ടാണോ? എല്ലാം ഫ്രൂട്ടാണ്. എല്ലാം ഫ്രൂട്ടാണ്. ഓക്കെ. അപ്പൊ സീഡ് ഓൾസോ ഫ്രൂട്ട്. സീഡിന്റെ പുറത്തുള്ള എല്ലാ സാധനങ്ങളും ഫ്രൂട്ട് ആണെന്ന് പറയാം. വെജിറ്റബിൾ എന്ന് പറയുന്നത് വേറൊരു വെജിറ്റബിൾ എന്നൊരു സാധനം ശരിക്കും അല്ല, എല്ലാം ഫ്രൂട്ടാണ്. വെണ്ടയ്ക്ക ഈസ് ഓൾസോ ഫ്രൂട്ട്. ടൊമാറ്റോ ഈസ് ഓൾസോ എ ഫ്രൂട്ട്. ദ ഔട്ടർ കവറിംഗ് ഓഫ് ദ ഫ്രൂട്ട് ഈസ് സ്മൂത്ത്. സ്മൂത്ത് ആയിട്ടുണ്ടാവും. സോ ദ വാട്ടർ വിൽ നോട്ട് എൻറ്റർ ഇൻ ടു ഇറ്റ്. വെള്ളം ഉള്ളിലേക്ക് കയറില്ല. വിൽ നോട്ട് എൻറ്റർ ഇൻ ടു ഇറ്റ്. സോ ദ സീഡ് വിൽ നോട്ട് റോട്ട്. അതായത് വെള്ളം ഉള്ളിൽ കടക്കാത്തത് കാരണം സീഡ് റോട്ട് ചെയ്യില്ല. അങ്ങനെ രണ്ട് അഡാപ്റ്റേഷൻസ് ആണ്, രണ്ട് അനുകൂലനങ്ങളാണ് തേങ്ങയ്ക്ക് ഉള്ളത്. എന്തിനാ? ദൂര സ്ഥലത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് നമ്മുടെ തേങ്ങേനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഇത് മനസ്സിലായോ? തെങ്ങിന്റെ കാര്യം, തേങ്ങയുടെ കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം അപ്പൂപ്പൻ താടിയുടെ കാര്യം നോക്കാം. അപ്പൂപ്പൻ താടിയുടെ കാര്യം എന്താ നോക്കിയേ. അപ്പൂപ്പൻ താടിയുടെ കാര്യം. ഓക്കെ, കളർ മാറ്റിക്കോട്ടെ. വാട്ട് കുഡ് ബി ദ റീസൺ ബിഹൈൻഡ് അപ്പൂപ്പൻ താടീസ് ഫ്ലൈയിങ് ഇൻ ദ വിൻഡ്? അതായത് മിൽക്ക് വീഡ് പപ്പൂസ് എന്നാണ് അതിന്റെ പേര് കേട്ടോ. മിൽക്ക് വീഡ് പപ്പൂസ്. അപ്പൂപ്പൻ താടി കാറ്റിൽ പറക്കാൻ കാരണം എന്താണ്? എന്താ കാറ്റിൽ പറക്കാൻ കാരണം? അതിന്റെ ഒരറ്റത്തുണ്ടല്ലോ കുറേ രോമങ്ങൾ ഉണ്ടല്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ? കുറേ രോമങ്ങളുണ്ട്. ഈ രോമങ്ങൾ ഇല്ലത് കാരണം അതിങ്ങനെ വിടർന്ന് നിൽക്കും. അപ്പൊ കാറ്റത്ത് താഴേക്ക് വീഴില്ല അല്ലെ? There are hairs at one end of the seed. ആ വിത്തിന്റെ ഒരറ്റത്ത് ധാരാളം രോമങ്ങളുണ്ട്. ഇവര് ഇങ്ങനെ എയറിൽ സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടിരിക്കും, വിരിഞ്ഞിരിക്കും, ഇവ വിടർന്നിരിക്കും. ദീസ് രോമങ്ങൾ, അതായത് ദീസ് ഹെയർസ് സ്പ്രെഡ് ഔട്ട് ഇൻ ദ എയർ. സോ ദ സീഡ് ഡസ് നോട്ട് ഫോൾ ഡൗൺ. ഇവ വിടർന്നിരിക്കുന്നത് കൊണ്ട് വിത്ത് താഴേക്ക് വീഴാതെ വായുവിൽ പറന്ന് പല സ്ഥലത്തും എത്തുന്നു. Okay, so there are hairs at one end of the seed. These spread out in the air. ഇത് എയറിൽ സ്പ്രെഡ് ഔട്ട് ചെയ്യും, പല സ്ഥലത്തും കറങ്ങി നടക്കും. സോ ദാറ്റ് ദ സീഡ് ഡസ് നോട്ട് ഫോൾ ഡൗൺ. അപ്പൊ ഈ രോമങ്ങൾ ഉള്ളത് കൊണ്ടാണ്, ഇതിങ്ങനെ വിടർന്നിരിക്കുന്നത് കൊണ്ടാണ് വിത്ത് താഴെ വീഴാതെ വായുവിൽ പറന്ന് നടക്കുന്നത്. ഓക്കെ, അത് അപ്പൂപ്പൻ താടിയുടെ അഡാപ്റ്റേഷൻ എന്ന് പറയാം. എങ്ങനെയാണ് വായുവിൽ കൂടിയിട്ട് സഞ്ചരിക്കുന്നത് എന്നുള്ളതിന്റെ അഡാപ്റ്റേഷൻ. ഓക്കെ, അനുകൂലനങ്ങൾ. ഓക്കെ, ഇനി വാട്ട് ആർ ദ ഫ്രൂട്ട്സ് അറൌണ്ട് യു ദാറ്റ് അനിമൽസ് ആൻഡ് ബേർഡ്സ് ഈറ്റ്? പഴങ്ങൾ ചുറ്റും മൃഗങ്ങളും പക്ഷികളും കഴിക്കുന്ന പഴങ്ങൾ ഏതൊക്കെയാണ്? വാട്ട് ആർ ദ ഫ്രൂട്ട്സ് അറൌണ്ട് യു ദാറ്റ് അനിമൽസ് ആൻഡ് ബേർഡ്സ് ഈറ്റ്? കഴിക്കുക. ചുറ്റും കാണുന്ന മൃഗങ്ങളും പക്ഷികളും ഏതൊക്കെ പഴങ്ങളാണ് കഴിക്കുന്നത്? എല്ലാം കഴിക്കും. ആപ്പിൾ, ചെറി, ബനാന, മാംഗോ,
ആപ്പിളിന് ആപ്പിൾ തന്നെ, ചെറിക്ക് ചെറി തന്നെ, ബനാന എന്ന് പറഞ്ഞാൽ വാഴപ്പഴം, അല്ല വാഴപ്പഴം മാത്രമല്ല ചെറിയ പഴവും എല്ലാം, ബനാനാസ് ഒക്കെ കുരങ്ങന്മാര് കഴിക്കും ഇല്ലേ, നമ്മളും കഴിക്കും, കുരങ്ങന്മാരും കഴിക്കും. മാംഗോ മാങ്ങ, ജാക്ക് ഫ്രൂട്ട് ചക്ക, പപ്പായ, പൈനാപ്പിൾ, കൈതച്ചക്ക. പൈനാപ്പിൾ എന്നും പറയും, കൈതച്ചക്ക എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റിൽ ഇട്ടോളൂ കേട്ടാ. ഗ്വാവ, പേരയ്ക്ക, റംബൂട്ടാൻ, നട്ട്മെഗ്, ജാതിക്ക, ഇതൊക്കെ മൃഗങ്ങളും പക്ഷികളും കഴിക്കുന്നു പറഞ്ഞിട്ട് പറയാം. എന്തുകൊണ്ടാ, വാട്ട് ഇസ് അട്രാക്ടിങ് ദം, എന്താണ് ഈ പക്ഷികളെ ഈ ഫ്രൂട്ട്സ് കഴിക്കാൻ ആകർഷിക്കുന്നത്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഫ്രൂട്ട്സ് ഫോർ അട്രാക്ടിങ് ദ ബേർഡ്സ്? ഈ ഫലങ്ങൾക്ക് പക്ഷികളെ ആകർഷിക്കാൻ എന്താണ് ഉള്ളത്? ഒന്ന്, നല്ല ഫ്ലഷി പാർട്സ്. മാങ്ങയ്ക്കൊക്കെ നല്ല മാംസളമായ ഭാഗം, മാംസമുണ്ട്, നല്ല ഫ്ലഷി പാർട്ടിന് നമ്മൾ കഴിക്കില്ലേ, പുറത്തെ തൊലി കഴിഞ്ഞാൽ അയ്യോ എനിക്ക് ഇപ്പോഴേ കൊതിയാവണം. മാംസളമായ ഭാഗമുണ്ട് അല്ലെ, ഫ്ലഷി പാർട്ട് ഉണ്ട്. ഓ, നല്ല മാങ്ങയൊക്കെ ഇങ്ങനെ ഒന്നില്ലെങ്കിൽ നല്ല ചുവപ്പ് അല്ലെങ്കിൽ നല്ല മഞ്ഞ കളറിൽ ഇരിക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും അല്ലെ. അട്രാക്റ്റീവ് കളർ, ആകർഷകമായ നിറമുണ്ട്, നല്ല മണമുണ്ട്. ചക്കയ്ക്കൊക്കെ നല്ല അസല് മണമുണ്ട് അല്ലെ. അപ്പൊ ഫ്ലഷി പാർട്ട്, മാംസളമായ ഭാഗം ആകർഷിക്കും അല്ലേ, അട്രാക്ട് ചെയ്യും ബേർഡ്സിനെ. അട്രാക്റ്റീവ് കളർ, ആകർഷകമായ നിറങ്ങളുണ്ട്. നിറം, ആപ്പിളൊക്കെ നല്ല ചൊകാന്നിരിക്കുമ്പോഴത്തേക്കും പക്ഷികൾക്ക് വന്ന് കഴിക്കാൻ തോന്നും. നല്ല സുഗന്ധം, നല്ല മണമുണ്ട്, സ്മെല്ലുണ്ട്. ഇതൊക്കെയാണ് ബേർഡ്സിനെ അട്രാക്ട് ചെയ്യുന്നതെന്ന് പറയാം. ഇതൊക്കെയാണ് ബേർഡ്സിനെയും ആനിമൽസിനെ അട്രാക്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് പക്ഷികളെയും മൃഗങ്ങളെയും ഫലങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. ഇത്രയും മനസ്സിലായോ? ഇനി ഇതൊന്നുമില്ല, ചില വിത്തുകൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല, ചില വിത്തുകളും കഴിക്കാൻ പറ്റില്ല, ചില ഫലങ്ങളെ ഉണ്ടാവില്ല, ഫലങ്ങള് കഴിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളതിനെ എങ്ങനെയാ എടുക്കുക? അപ്പൊ അത് പക്ഷികൾ കഴിക്കില്ല, മൃഗങ്ങള് കഴിക്കില്ല, കാറ്റത്ത് ചിലപ്പോ പറന്നു പോയിന്നും വരില്ല. അപ്പൊ അങ്ങനെയുള്ളവരെങ്ങനെയാ? അപ്പൊ ചില ചെടികള്, കടലാടി പോലത്തെ ചെടികള്, അസ്ത്രപുല്ല് പോലത്തെ ചെടികള്. കടലാടി എന്ന് പറഞ്ഞാൽ ഷാഫ് ഫ്ലവർ, അസ്ത്രപുല്ല് എന്ന് പറഞ്ഞാൽ ലവ് ഗ്രാസ്. ഇതൊക്കെ എന്തുണ്ടാവുന്ന, ഈ കടലാടി അല്ലെങ്കിൽ ഷാഫ് ഫ്ലവറിന് എന്താന്ന് പറഞ്ഞാൽ ഒരു ഹുക്ക് പോലത്തെ സാധനം ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ, മൃഗങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ തുണിയിലൊക്കെ ഇങ്ങനെ ഹുക്ക് ഇങ്ങനെ പിടിക്കും. ആ ഹുക്ക് ഇങ്ങനെ കുറേ പിടിക്കും, നമ്മൾ കണ്ടിട്ടില്ലേ? ഇതിപ്പോ നമ്മുടെ സ്കേർട്ടാണെന്ന് വിചാരിച്ചോ, ഇത് നമ്മുടെ സ്കേർട്ടാണെന്ന് വിചാരിച്ചോ, നല്ല ഭംഗിയുള്ള ഒരു സ്കേർട്ട് വരയ്ക്കട്ടെ, പൂക്കളൊക്കെ ഉള്ള ഒരു സ്കേർട്ട് വരയ്ക്കട്ടെ, സ്കേർട്ടാണ് കേട്ടോ, മിടി. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും ദേ അസ്ത്രപുല്ലിന്റെ അടുത്ത് കൂടിയിട്ട്, കടലാടിയുടെ അടുത്ത് കൂടിയിട്ട് പോയി കഴിഞ്ഞാൽ, അസ്ത്രപുല്ലിന്റെ അടുത്ത് കൂടിയിട്ട് പോയി കഴിഞ്ഞാൽ നല്ല കമ്പി പോലത്തെ വെച്ചാൽ എന്താ പറയുക, മുള്ളു പോലെ ഉണ്ടാവും അത്. ഓക്കെ. ആ മുള്ളുകൾ വന്നിട്ട് ഇതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ദൂരെ പോയിട്ട് കാലിലൊക്കെ തട്ടി കഴിയുമ്പോൾ നമ്മൾ കുടയുമ്പോൾ പല സ്ഥലത്തും ആവും. അതുപോലെയാണ് കടലാടിക്ക് ഹുക്ക് പോലെ ഉണ്ടാവും. കടലാടിക്ക് എന്താണ്, ഹുക്ക് പോലെ ഉണ്ടാവും. ഇങ്ങനെ ഒരു ഹുക്ക്, കുഞ്ഞു ഹുക്ക്, അങ്ങനെ ഒരു ഹുക്ക് പോലെ ഉണ്ടാവും. അതും നമ്മൾ കുടഞ്ഞു കഴിയുമ്പോൾ പല സ്ഥലത്തും എത്തണം. അപ്പൊ ഷാഫ് ഫ്ലവർ, കടലാടി, ലവ് ഗ്രാസ്, അസ്ത്രപുല്ല്, ഇവരുടെ ഫലങ്ങൾ ഭക്ഷ്യയോഗ്യമല്ല. ദാറ്റ് ഇസ് നോൺ എഡിബിൾ ഫ്രൂട്ട് എന്നാണ് പറയാ. നോൺ എഡിബിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഭക്ഷ്യയോഗ്യം, കഴിക്കാൻ പറ്റില്ല, കഴിക്കാൻ പറ്റാത്ത ഫലങ്ങൾ, നോൺ എഡിബിൾ ഫ്രൂട്ട്സ്. അപ്പൊ ഇവരെന്താ ചെയ്യാ? ഇവരെ മറ്റു വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കാനായിട്ട് സഹായിക്കുന്ന ഭാഗങ്ങളുണ്ട്. മറ്റു വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വസ്ത്രങ്ങളായിരിക്കും, അതായത് തുണികളായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ മൃഗങ്ങളുടെ കാലുകളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങളുണ്ട്, ഹുക്ക് പോലത്തെ ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ മുള്ളു പോലത്തെ കുഞ്ഞു രോമങ്ങൾ പോലത്തെ ഭാഗങ്ങളുണ്ട്. ഈ രോമങ്ങളെല്ലാം മറ്റേ വസ്ത്രങ്ങളിലോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ തൊലികളിലോ പറ്റിപ്പിടിക്കും. എന്നിട്ട് പോയി കുടയുമ്പോൾ പല സ്ഥലത്തും എത്തുന്നു, പല സ്ഥലത്തും വിത്ത് എത്തും, അല്ലെങ്കിൽ ഫലങ്ങൾ പല സ്ഥലത്തും എത്തും. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടു? മൃഗങ്ങളും പക്ഷികളും പല സ്ഥലത്ത് എത്തിക്കുന്നത് കണ്ടു. അപ്പൂപ്പൻ താടി, മിൽക്ക് വീടിനെ കാറ്റാണ് പല സ്ഥലത്തും എത്തിക്കുന്നതെന്ന് കണ്ടു. തേങ്ങേനെ എത്തിക്കുന്നത് വെള്ളത്തിൽ കൂടിയാണ്. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ് തേങ്ങയുടെ പ്രത്യേകത എന്നുള്ളത് കണ്ടു. തൊണ്ടില് കാറ്റുണ്ട്, ഹസ്ക് ഇസ് ഫിൽഡ് വിത്ത് എയർ, അപ്പൊ മുങ്ങിപ്പോവില്ല. തൊണ്ട് ഭയങ്കര സ്മൂത്ത് ആണ്, ഔട്ടർ കവറിങ് സ്മൂത്ത് ആണ്. പുറം തൊലി എന്ന് പറയുന്നത് വളരെ മിനുസമുള്ളതാണ്, അപ്പൊ ഉള്ളിലേക്ക് വെള്ളം പോവില്ല എന്ന് പറഞ്ഞു. അപ്പൂപ്പൻ താടിയെ പറ്റിയിട്ട് എന്ത് പറഞ്ഞു? പുറത്ത് രോമങ്ങൾ വിടർന്നിരിക്കുന്നത് കൊണ്ട് കാറ്റത്ത് താഴെ വീഴില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. കാറ്റത്ത് താഴെ വീഴില്ല, ബിക്കോസ് ദർ ആർ ഹെയർസ് വിച്ച് സ്പ്രെഡ് ഔട്ട് ആൻഡ് ദാറ്റ് ഇസ് വൈ ഇറ്റ് ഡസ് നോട്ട് ഫോൾ ഡൗൺ ഇൻ ദി എയർ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി പക്ഷികളും മൃഗങ്ങളും
നമ്മളെ വന്ന് തിന്നണം, നമ്മുടെ ഫലങ്ങൾ വന്ന് തിന്നണം എന്ന് പറഞ്ഞിട്ട് നല്ല ബുദ്ധിപരമായിട്ട് ചെടികൾ എന്ത് ചെയ്യും, നല്ല ആ ഫലങ്ങളെ അല്ലെങ്കിൽ ഫ്രൂട്ട്സിനെ വളരെ അട്രാക്റ്റീവ് ആക്കും, വളരെ ആകർഷണമേറിയതാക്കും. അതിനെങ്ങനെയൊക്കെ അത് നല്ല നിറം കൊടുക്കും, നല്ല മണം കൊടുക്കും, നല്ല ടേസ്റ്റ് ഉള്ള മാംസളമായ ഭാഗം ഉണ്ടാവും, നല്ല ഫ്ലഷി പാർട്സ് ഉണ്ടാവും, ചക്കേനെ പോലെയും അതുപോലെ തന്നെ മാങ്ങയെ പോലെയും. ഇനി അഥവാ ഭക്ഷ്യയോഗ്യമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലവ് ഗ്രാസ്, ഷാഫ് ഫ്ലവർ പോലെ, അസ്ത്രപുല്ലും കടലാടിയിലും ഉള്ളതുപോലെ ഹുക്ക് പോലത്തെ രോമങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ സൂചി പോലത്തെ രോമങ്ങളോ സൂചി പോലത്തെ ഭാഗങ്ങളോ ഉണ്ടാവും. അത് മൃഗങ്ങളുടെ മേത്തോ അതല്ലെങ്കിൽ മനുഷ്യരുടെ മറ്റേ വസ്ത്രങ്ങളിലോ പറ്റിപ്പിടിക്കും. ഇറ്റ് വിൽ സ്റ്റിക്ക് ടു ദ ക്ലോത്ത് ഓർ സ്റ്റിക്ക് ടു ദ ആനിമൽസ് ആൻഡ് വെൻ ദേ ഗോ ടു ഡിഫറെന്റ് പ്ലേസസ്. അവർ പല ഭാഗത്തും പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഈ വിത്ത് പല സ്ഥലത്തും എത്തുന്നു എന്ന് പറഞ്ഞിട്ട് പറയാം. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, ഇനി ഒരു പരിപാടിയും കൂടിയുണ്ട്, പൊട്ടിത്തെറിക്കുക. ബോംബ് പൊട്ടണ പോലെ പൊട്ടിത്തെറിക്കണമല്ല. ചില സസ്യങ്ങള്, ചില ചെടികളില് എന്താ പറയാ, ചില ചെടികളില് വിത്ത് പാകാവുമ്പോഴത്തേക്കും അങ്ങ് പൊട്ടും. റബ്ബർ മരം, അതിന്റെ റബ്ബർ ഇങ്ങനെ ക്രാക്ക്, ഇങ്ങനെ സ്പ്ലിറ്റ് ഓപ്പൺ ചെയ്യും, ഇങ്ങനെ ഒരു വിടവ് വീണിട്ട് അങ്ങനെ പൊട്ടും എന്ന് പറയാം. ഓക്കെ, പാകമാകുമ്പോൾ പൊട്ടിത്തെറിച്ച് വിതരണം ചെയ്യും. പൊട്ടിത്തെറിക്കുമ്പോൾ സൗണ്ട് ഒന്നും കേൾക്കില്ല കേട്ടോ. പൊട്ടിത്തെറിച്ച് വിതരണം ചെയ്യുന്ന ഏതെല്ലാം സസ്യങ്ങളെ നിങ്ങൾക്കറിയാം? വാട്ട് പ്ലാന്റ്സ് ഡു യു നോ ദാറ്റ് ബേസ്റ്റ് ആൻഡ് റിലീസ് സീഡ് വെൻ ദേ റൈപ്പ്? ഏതൊക്കെ ചെടികളെ നിങ്ങൾക്കറിയാം? ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന ഏതിനെയൊക്കെ നിങ്ങൾക്കറിയാം? ഓക്കെ, അപ്പൊ അത് ചില പഴങ്ങൾ പാകമാകുമ്പോൾ പൊട്ടി വിടരും. അങ്ങനെ പൊട്ടുമ്പോൾ വിത്ത് ആ ഒരു ഫോഴ്സിൽ ദൂരെ പോയിട്ട്, ഇങ്ങനെ ഒരു പഴം ഉണ്ടെന്ന് വിചാരിച്ചോ, ഇങ്ങനെ ഒരു പഴം ഉണ്ട്, ബലൂൺ പൊട്ടണ പോലെ ഒറ്റ പൊട്ടൽ പൊട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ വിത്ത് ദൂരേക്ക് പോയി വീഴും. ദൂരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ഒന്നും പോയില്ല, കുറച്ച് ദൂരം അപ്പുറത്ത് പോയി വീഴ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പുറത്ത് പോയി വീഴും. പഴങ്ങൾ പൊട്ടുമ്പോൾ വിത്തുകൾ ദൂരെ സ്ഥലത്ത് എത്തുന്നു. സം ഫ്രൂട്ട്സ് ബേസ്റ്റ് ഓപ്പൺ വെൻ ദേ റൈപ്പ്. നല്ല പാകമാവുമ്പോഴത്തേക്കും ബേസ്റ്റ് ഓപ്പൺ, പൊട്ടി വിടരും. വെൻ ദ ഫ്രൂട്ട്സ് ബ്രേക്ക്, സീഡ്സ് ആർ ത്രോൺ ടു ഡിസ്റ്റന്റ് പ്ലേസസ്. സീഡ്സ് ആർ ത്രോൺ ടു ഡിസ്റ്റന്റ് പ്ലേസസ്. സീഡ്സ്, വിത്തുകൾ കുറച്ചു ദൂര സ്ഥലങ്ങളിൽ എത്തുന്നു. ഇതിന്റെ എക്സാമ്പിൾ എന്താ? റബ്ബർ മരം. നിങ്ങളുടെ നാട്ടിലൊക്കെ കുറേ റബ്ബർ ഉണ്ടോ? കോട്ടയത്തൊക്കെ ഇഷ്ടംപോലെ റബ്ബർ ഇല്ലേ? നമ്മുടെ ഇവിടെ വളരെ കുറവാണ് കാണുന്നത്, സിറ്റിയിലൊക്കെ കാണുകയില്ല. അപ്പൊ നിങ്ങളുടെ അവിടെ റബ്ബർ ഉണ്ടോ എന്ന് ഇട്ട് എഴുതി വെച്ചേക്കണേ, കമന്റിൽ ഇട്ട് വെക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ റബ്ബറിന്റെ വിത്തും ഇതേപോലെ തന്നെ പൊട്ടിയിട്ടാണ് വരിക. ബോൾസും, കാശിതുമ്പ ഇതേപോലെ കേട്ടോ. കാശിതുമ്പയിൽ ഒരു കുഞ്ഞു സാധനം ഉണ്ട്, അതിങ്ങനെ തൊടുമ്പോൾ ടക്കൂന്ന് പറഞ്ഞിട്ട് പൊട്ടും. ആ കെട്ടുക്കൂന്ന് പറയില്ല, എന്നാലും അത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സൗണ്ട് കൊടുക്കാൻ തോന്നില്ല. ടക്കൂന്ന് പറഞ്ഞിട്ട് പൊട്ടി പല സ്ഥലത്തും പോയി എത്തുന്നു കാശിത്തുമ്പ. അപ്പൊ ഇങ്ങനെ എത്തുന്നു. അപ്പൊ വെള്ളത്തിലൂടെ നമ്മൾ എന്തൊക്കെ ടൈപ്പ് കണ്ടു? ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന സസ്യങ്ങളെയാണ് നമ്മൾ ഇപ്പൊ കണ്ടത്. റബ്ബർ, കാശിത്തുമ്പ അതിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇനി നമ്മൾ സമ്മറൈസ് ചെയ്യാണ്, എന്തൊക്കെ വഴി നമുക്ക് സീഡ് ഡിസ്പേഴ്സൽ നടക്കും. ഒബ്സർവ് യുവർ സറൗണ്ടിങ്, ഫൈൻഡ് ഔട്ട് മെത്തേഡ്സ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ ഇൻ ഡിഫറെന്റ് പ്ലാന്റ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ചുറ്റുപാട് നിരീക്ഷിച്ചിട്ട് പല ചെടികളിലെയും വിത്ത് വിതരണത്തിന്റെ രീതി കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചടാ മക്കളെ? വെള്ളത്തിൽ കൂടിയിട്ടുള്ളത് പഠിച്ചു. വെള്ളം എന്ന് പറയുന്നത് പലതുണ്ട്. നമ്മൾ തെങ്ങിന്റെ കാര്യം, തേങ്ങയുടെ കാര്യം പറഞ്ഞ, കോക്കനട്ട്, തേങ്ങ. ഓക്കെ, കോക്കനട്ട്, തേങ്ങയുടെ കാര്യം പറഞ്ഞു. കോക്കനട്ട് അല്ലാണ്ട് എന്തൊക്കെയുണ്ട് വെള്ളത്തിൽ ജീവിക്കുന്നത്? താമര, മാൻഗ്രോവ് എന്താണ്, അതിന്റെ മലയാളം എന്താണ് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. വെള്ളത്തിൽ കൂടിയുള്ളത് കണ്ടു. പിന്നെ പറന്നു പോകുന്നത് എന്താ നമ്മൾ കണ്ട? അപ്പൂപ്പൻ താടി, മിൽക്ക് വീഡ്, പപ്പൂസ് കണ്ടു. മിൽക്ക് വീഡ്, പപ്പൂസ് നിങ്ങൾ എഴുതിക്കോട്ടാ. മിൽക്ക് വീഡ്, പപ്പൂസ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ കലോട്രോപ്പിസ്, കോട്ടൺ ഉണ്ട്, പഞ്ഞി ഇതേപോലെയാണ് അല്ലെ. കലോട്രോപ്പിസ് എന്നൊരു ചെടിയുണ്ട്, അതിന്റെ മലയാളം നമുക്ക് അടുത്തേൽ നോക്കാം. കോട്ടൺ, പഞ്ഞി, പരുത്തി ഉണ്ട്. അതുപോലെ പൊട്ടിത്തെറിച്ച്, ഡെഹിസെൻസ് എന്ന് പറഞ്ഞാൽ പൊട്ടുന്നത് എന്തൊക്കെയാണ്? ലേഡീസ് ഫിംഗർ, വെണ്ടയ്ക്ക അങ്ങനെയാ, മുട്ടി കഴിയുമ്പോഴേക്കും ഇങ്ങനെ പൊട്ടി കഴിഞ്ഞിട്ട് പല സ്ഥലത്തും എത്തും. പീസ് അങ്ങനെയാണ്, ഇങ്ങനെ രണ്ടായിട്ടാണല്ലോ പീസ് ഉണ്ടാവുക. പീസ് പൊളിച്ച് നോക്കുമ്പോഴത്തേക്ക് രണ്ടായിട്ടാണ് ഉണ്ടാവുക. പീസ് എന്ന് പറയുന്നത് ഉണ്ട സാധനം മാത്രമല്ല കേട്ടോ, ഒരു വലിയൊരു എന്താ പറയാ, പീ പോഡ് ഉണ്ടാവും, ഇതിന്റെ അകത്താണ് പീസ് ഉണ്ടാവുക. ഇങ്ങനെ ഉണ്ട സാധനം നമ്മൾ കഴിക്കുന്നത് ഇതിന്റെ അകത്താണ് ഉണ്ടാവുക.
അപ്പൊ ഇത് പൊട്ടിയിട്ട് പീസ് പല സ്ഥലത്തും എത്തും. ബോൾസും അതേപോലെയാണ് പൊട്ടുക. ഡെഹിസെറ്റ് പൊട്ടിയിട്ടാണ് പല സ്ഥലത്ത്. റബ്ബറും അതേപോലെയാന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. റബ്ബർ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചില്ലേ, റബ്ബർ അതേപോലെയാ. ഇനി ബേർഡ്സ് എങ്ങനെയാ? അപ്പൊ ഡെഹിസെൻസ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ച്, പൊട്ടിയിട്ട് ഡെഹിസെൻസ്. ഡെഹിസെൻസ് ഇതിന്റെ അടുത്തതിൽ മലയാളം പറഞ്ഞുതരാം കേട്ടോ. ഇനി ബേർഡ്സും ആനിമൽസും എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫ്രൂട്ട്സും അങ്ങനെയാട്ടോ. കുറെ ഗ്വാവ, പേരയ്ക്ക, ആഞ്ഞിലിന്റെ പപ്പായ, ഇതൊക്കെ ബേർഡ്സ് വഴിയാണ്. തണ്ണിമത്തനൊക്കെ ബേർഡ്സ് വഴി, മൃഗങ്ങൾ വഴി അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമുക്ക് കൊണ്ടെത്തിക്കുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ മീനിങ്, ഇതിന്റെയൊക്കെ എക്സാമ്പിൾ കാണാണ്ട് പഠിക്കണം കേട്ടോ മക്കള്. ഓക്കെ, അപ്പൊ കാറ്റിലൂടെ പോകുന്നത് അപ്പൂപ്പൻ താടി. എരിക്ക്, എരിക്ക് കാലോട്രോപ്പീസ് എന്ന് പറഞ്ഞാൽ എരിക്കിന്റെ മരം കേട്ടോ. പരുത്തി, പയ്യാനി എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്കറിയില്ല. പരുത്തി എന്ന് പറയുന്നത് കോട്ടൺ അങ്ങനെയാണ്. ഇനി പൊട്ടിത്തെറിച്ചെന്ന് പറയുന്നത് വെണ്ടയ്ക്ക, പയറ്, ബോൾസം ഒക്കെ അങ്ങനെയാണ്. വെള്ളത്തിലൂടെ പോകുന്നത് തെങ്ങ്, താമര, കണ്ടൽ കാടുകളില്ലേ, കണ്ടൽ, മാൻഗ്രോവ്സ് എന്നാണ് പറയാ, കണ്ടൽ, അത് വെള്ളത്തിലൂടെയാ പോവാ. ഇനി പക്ഷികൾ വഴിയോ പേരയ്ക്ക, ആഞ്ഞിലി, പപ്പായ ഒക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. പക്ഷികൾ വഴി സ്പ്രെഡ് ആവുന്നതിന്റെ ഉദാഹരണങ്ങളാണെന്ന് പറയാം. ഇനി വിത്ത് കാരണം ഒരു വലിയ ചെടിക്ക് കുട്ടിച്ചെടി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നുകൂടി നോക്കാം, ഇന്ന് എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്. നമ്മള് വിത്ത് പല സ്ഥലത്തും പോണ്ടതിന്റെ ആവശ്യം പറഞ്ഞു. ദ ഇമ്പോർട്ടൻസ് ഓഫ് സീഡ് ഗെറ്റിംഗ് ഡിസ്പേഴ്സ്ഡ്, ബിക്കോസ് ഒട്ടു താഴെ തന്നെ എല്ലാ വിത്തുകളും വളർന്നു കഴിഞ്ഞ, ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ, മുളച്ചു കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടാവില്ല, മണ്ണുണ്ടാവില്ല, ന്യൂട്രീഷൻ ആവശ്യത്തിന് ഉണ്ടാവില്ല, പോഷകാംശം ആവശ്യത്തിന് കിട്ടില്ല, വാട്ടർ ആവശ്യത്തിന് കിട്ടില്ല. വി വിൽ നോട്ട് ഗെറ്റ് ഇനഫ് സ്പേസ്, ഇനഫ് സോയിൽ, ഇനഫ് ന്യൂട്രീഷൻ, ഇനഫ് വാട്ടർ, ഇനഫ് എയർ, ഇനഫ് സൺലൈറ്റ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ സീഡ് ഇസ് ഡിസ്പേഴ്സ്ഡ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്യാൻ പഴങ്ങൾക്ക്, ഫലങ്ങൾക്ക് കുറച്ച് അഡാപ്റ്റേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. തെങ്ങിന്റെ അഡാപ്റ്റേഷൻ കണ്ടു, കാറ്റത്ത് കൂടി പറക്കാനുള്ള അപ്പൂപ്പൻ താടിയുടെ അഡാപ്റ്റേഷൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് പൊട്ടിത്തെറിച്ച് പോകുന്നതിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പൊട്ടിത്തെറിച്ചിട്ട് വിത്തുകൾ പല സ്ഥലത്ത് പോകുന്നതിന്റെ കാര്യം പറഞ്ഞു. ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് കുക്ക് പോലത്തെ രോമങ്ങളുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷികൾ വഴി പോകുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിന്റെയൊക്കെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. ഓക്കെ, ഇങ്ങനെ വേണം നോട്ട് എഴുതാൻ കേട്ടോ. എന്തൊക്കെയാണ് ഇന്ന് പഠിച്ചത് ഇങ്ങനെ ഓർത്ത് പറയണം. ഇനി വിത്ത് ഇതല്ലാണ്ട് എന്തൊക്കെയാ ഉപയോഗമുള്ളത്? വിത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഉപയോഗിക്കും, വേറെ കുഞ്ഞു ചെടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. ഇനി ഇതല്ലാണ്ട് തന്നെ ഇപ്പോ അത്ത പൂക്കളത്തിന് പകരം അത്ത വിത്തുകളം ഉണ്ടാക്കാറുണ്ട്. അതായത് അത്തത്തിന് നമ്മൾ വിത്ത് വെച്ചിട്ട് പൂക്കളം പോലെ ഇടും അല്ലേ, രംഗോലിയൊക്കെ പോലെ നമ്മൾ ഇടും. വിത്തുകൾ ഭക്ഷണത്തിനല്ലാതെ എന്ത് കരകൗശലങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്, തേങ്ങ വലിയൊരു എക്സാമ്പിൾ ഇല്ലേ. തേങ്ങയുടെ കരകൗശല വസ്തുക്കളൊക്കെ മറ്റേ പുറത്തെ നാട്ടിലൊക്കെ ഭയങ്കര വിലയാണ്, അത് ഉണ്ടാക്കുന്ന പറയാം. അപ്പൊ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കാനായിട്ട് തേങ്ങ യൂസ് ചെയ്യുന്നു പറയാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് വിത്തുകളുടെ കാര്യം. ഇനി വിത്തിന്റെ കാര്യം കഴിഞ്ഞു, ഇനി നമുക്ക് ഇലയുടെ കാര്യം പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ വേരുകളുടെ കാര്യവും കൂടിയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. മക്കളെല്ലാവരും ക്ലാസ് മനസ്സിലാവുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയുക. അതുപോലെ തന്നെ നോട്ടെല്ലാം നന്നായിട്ട് എഴുതണം. ഓക്കെ, ശരി, താങ്ക് യു ഓൾ.